ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണക്കച്ചെമ്മീൻ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ആദ്യമായിട്ട് ചട്ടി അടുപ്പിൽ വെക്കുക. അതിനുശേഷം നല്ലതായിട്ട് ഉണങ്ങിയ നമ്മൾ കഴുകി വൃത്തിയാക്കിയ ചെമ്മീൻ എണ്ണ ഒഴിച്ച് നന്നായിട്ട് വറുത്തെടുക്കുക. ഫിലിപ്പിനോസൊക്കെ ഉണ്ടാക്കുന്ന അവരുടെ ഒരു നല്ല റെസിപ്പിയാണിത്. നമുക്കിത് 1 മാസം വരെയും ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ പുറത്ത് വെച്ചിരുന്നാൽ ഒരു കേടുമില്ലാതെ നന്നായിട്ടിരിക്കും. ചോറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു റെസിപ്പിയാണിത്. ഇതിനകത്ത് മെയിനായിട്ടും വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാപ്സിക്കത്തിൻ്റെ പൊടിയാണ്. ഇത് നന്നായിട്ട് കണ്ടിപ്പോൾ വറുത്ത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ വറ്റൽമുളക് പൊടിച്ചത്, പൊടിയല്ല അത് ക്രഷ് ചെയ്തിട്ടുള്ളത് നമുക്കിതിനകത്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് വറുത്തെടുക്കുക. ഈ മീനുകളോടൊപ്പം തന്നെ നന്നായിട്ട് വറുത്തെടുക്കുക. നമുക്ക് ക്യാപ്സിക്കത്തിൻ്റെ പൊടി ഇതിനകത്ത് ചേർക്കാം. അപ്പോൾ ക്യാപ്സിക്കം നമുക്ക് വാങ്ങിയിട്ട് ഉണക്കി പൊടിച്ചുണങ്ങി ചേർക്കാം, അല്ലെങ്കിൽ കടയിൽ തന്നെ ഇതിൻ്റെ പൊടി വാങ്ങാൻ കിട്ടും. ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ പൊടിയാണ് ഇതിനകത്ത് ചേർത്തേക്കുന്നത്. ഇത് ഏകദേശം ഇത് രണ്ടും നന്നായിട്ട് വറുത്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർക്കുമ്പോഴതിന് കുറച്ചധികം ചേർക്കണം. കാരണം ചോറിനകത്ത് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഇത് ഉപ്പില്ലാത്ത ചെമ്മീൻ ഉണക്കച്ചെമ്മീൻ, അതുകൊണ്ട് ഉപ്പ് ഇച്ചിരി ഏറെ ചേർക്കണം. അതിനകത്ത് ചേർത്ത് കഴിക്കുമ്പോൾ ഇച്ചിരി ഉപ്പ് വേണമെങ്കിൽ. വീണ്ടും അതൊന്നുകൂടെ നന്നായിട്ട് വറുത്തെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അതിനകത്തുണ്ട്, ഞാൻ ഈ പൊടിയാണ് വാങ്ങിച്ചത്, റെഡ് സ്വീറ്റ് പാപ്രിക്ക പൗഡർ. ഒത്തിരി അങ്ങ് പൊടിയായിട്ടുണ്ട്, പക്ഷേ ഇത്രയും പൊടിയായിട്ടുള്ളത് വേണ്ട. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നതിനകത്ത് പുളിവെള്ളമാണ് ചേർക്കുന്നത്. ഞാൻ പുളി തന്നെ ചേർത്ത്, പിന്നെ വിനാഗിരി വേണമെങ്കിലും ചേർക്കാൻ പറ്റും. അവരവരുടെ പുളി അവരവർക്ക് വേണ്ടതനുസരിച്ചിട്ട് ചേർക്കാം. പുളി ആയാലും വിനാഗിരി ആയാലും കുഴപ്പമില്ല, രണ്ടിലേതായാലും ചേർക്കാം. എന്നിട്ട് ഇത് വെച്ച് നന്നായിട്ട് നമ്മളിങ്ങനെ ഇളക്കി നന്നായിട്ട് വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കണം. വെള്ളത്തിൻ്റെ അംശം ഒട്ടും നിൽക്കാൻ പാടില്ല. വെള്ളം നന്നായിട്ട് വറ്റിക്കഴിഞ്ഞാൽ നമുക്കുള്ളത് ഒത്തിരി നാൾ കേടുകൂടാതിരിക്കത്തുള്ളൂ. കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴേക്കും അത് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും. പുളിവെള്ളമൊക്കെ മീനിലും മുളകിലും ഒക്കെ പിടിച്ചിട്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടും. പാപ്രിക്ക പൗഡർ ചേർക്കുന്നതിനകത്ത് വീഡിയോ കിട്ടിയില്ല, അതാണ് ഞാനിപ്പോൾ ഏതാണ്ട് പൊടി ചേർത്തതാണ്. പൊടി ചേർത്തെല്ലാം കഴിഞ്ഞപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റിലായിട്ട് നമുക്ക് കുറച്ച് തേങ്ങയും കൂടെ ചേർക്കണം. തേങ്ങ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വറുത്ത തേങ്ങയാണ് ചേർക്കുന്നത്. ഇതിൻ്റെയോടൊപ്പം ഇട്ടല്ല വറുക്കുന്നത്, നമ്മൾ വേറെ വറുത്ത് വെച്ചേക്കുന്ന തേങ്ങയാണ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. കണ്ടോ, നല്ല ഡ്രൈ ആയിട്ടിരിക്കും. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് വേറെ ഒരു കറിയില്ലെങ്കിൽ ഈ ഒറ്റൊരു സാധനം മാത്രം മതി. വറുത്ത് വെച്ചേക്കുന്ന തേങ്ങയും കൂടെ ചേർത്തിട്ട് പിന്നെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കുക. അപ്പോഴേക്കും നമ്മുടെ കറി റെഡിയാവും. ഇത് ഒത്തിരി നാൾ നമുക്ക് പുറത്ത് ഫ്രിഡ്ജിലൊന്നും വെക്കണമെന്നില്ല. 1 മാസത്തിലേറെ നമുക്ക് വെളിയിൽ വെച്ചാലും ഒരു കേടും ആകാത്ത ഒരു കറിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.